ഇന്ന് അംബുജാക്ഷനാ എൻ്റെ പേരെഴുതിയിട്ട് വലത് ഭാഗത്ത് എൻ്റെ ജാതി എഴുതും. പുലയൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരു വെള്ള തൊപ്പിതാ, അത് ഞാൻ തലയിലോട്ട് വെക്കാം, എന്നിട്ട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന കലിമ ചൊല്ലാം. പിന്നെ അംബുജാക്ഷനെ പുലയ എന്ന് വിളിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഈ രാജ്യത്ത്? ഇത് നീതിയുടെ സമത്വത്തിൻ്റെ ഒരു മതമാണ്. ഞാൻ ഇപ്പോൾ മാറുന്നോ എന്നതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞത് മുസ്ലിമായി മാറിയാൽ അവനെ പിന്നെ ജാതി പറഞ്ഞ് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ആയിരക്കണക്കിന് അടിമകളെ ഇസ്ലാം മോചിപ്പിച്ചു. അവനെ മതപണ്ഡിതനാക്കി മാറ്റി, അവരെ സ്വതന്ത്രരാക്കി മാറ്റി, അവന് സ്വത്ത് കൊടുത്തു. അത് ലോക സമൂഹമായി മാറി. പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ അടിമകളാക്കി പണിയെടുപ്പിച്ച് അടിച്ചമർത്തി കൊള്ളാങ്കൊലം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കാരെ നിങ്ങൾ എന്തിനു മോചിപ്പിച്ചു? 1857 ശിപ്പായി ലഹള മുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ വെള്ളക്കാരൻ്റെ നേരെ നെഞ്ചു വിരിച്ച് കാണിച്ച ഒന്നും ഇവന്മാരല്ല, ഇവൻ്റെ ഒന്നും അപ്പൂപ്പന്മാരല്ല. വെള്ളക്കാരൻ്റെ മുമ്പിൽ ഇരുമാറ് കാട്ടിയ, രക്തസാക്ഷികളാകാൻ തീരുമാനിച്ച, ആയിരക്കണക്കിന് രക്തസാക്ഷികളെ സമ്മാനിച്ച ഒരു സമുദായമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ. അത് മറക്കണ്ട പ്രിയമുള്ളവരെ. ഒരു RSSകാരനും ചരിത്രം എഴുതിയാൽ അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ 47 വരെയുള്ള, അല്ലെങ്കിൽ 1857 മുതൽ 47 വരെ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഒരു RSSകാരൻ, ഒരു സംഘപരിവാറുകാരൻ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി മരിച്ചിട്ടില്ല, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടില്ല. നേരെ മറിച്ച് അവൻ്റെയൊക്കെ നേതാക്കന്മാർ, സവർക്കറൊക്കെ പോർട്ട് ബ്ലെയറിൽ അവിടെ ആൻഡമാൻ നിക്കോബാറിലേക്ക് നാട് കടത്തിയപ്പോൾ അവിടെ കിടന്നുകൊണ്ട് വൈസ്രോയ്ക്ക് മാപ്പ് എഴുതി കൊടുത്ത് 6 പ്രാവശ്യം മാപ്പ് എഴുതി കൊടുത്ത് രാജ്യത്ത് ഒറ്റിക്കൊടുത്തവരാണ് സംഘപരിവാറുകാർ. അവരാണിപ്പോൾ ഈ രാജ്യത്ത് മുസ്ലിം വിരുദ്ധത പറയുന്നത്, മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ തന്നെ പറയുന്നതനുസരിച്ച് ഹിന്ദുത്വ എന്ന് പറഞ്ഞ വീര സവർക്കറുടെ പുസ്തകമുണ്ടല്ലോ, 1923 പ്രസിദ്ധീകരിച്ചു, 1910 എഴുതി തുടങ്ങി. ആ പുസ്തകത്തിൻ്റെ 10, 11, 12 പേജുകൾക്കകത്ത് വീര സവർക്കർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദുത്വ പുസ്തകം. എന്താ? ഞങ്ങൾ വിശുദ്ധ രക്തമുള്ളവരാണ്, ശുദ്ധരക്തമുള്ള ആര്യന്മാർ. ഇന്ത്യക്കാരായിട്ടുള്ള ഈ കർമ്മന്മാരും ദ്രാവിഡരൊന്നുമല്ല, ഞങ്ങൾ ശുദ്ധരക്തമുള്ള ആര്യന്മാരാണ്. ഞങ്ങൾ വിദേശത്തുനിന്ന് ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന്, യൂറോഷ്യയിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾ വന്നിട്ട് വിവരമില്ലാത്ത ഇന്ത്യക്കാരായ ദസ്യുക്കളെയും ദാസന്മാരെയും അസുരന്മാരെയും ഒക്കെ ഞങ്ങൾ പരിഷ്കരിച്ചു. പിന്നീട് അവരുടെ മേൽ ഞങ്ങൾ അധികാരം സ്ഥാപിച്ചു. അവർ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വരേണ്യവർഗം എന്ന് പറയുന്ന ആര്യന്മാർ വന്ന കോലത്തിൽ നിൽക്കുക. ഇപ്പോഴും ഇവിടെയുള്ള മനുഷ്യരെ തൊടുകയില്ല, കല്യാണം കഴിക്കുകയില്ല. അഥവാ അബദ്ധത്തിൽ അവരിൽപ്പെട്ട ആരെങ്കിലും താഴോട്ട് മാറി പ്രണയിച്ചാൽ ദുരഭിമാന കൊലയെന്ന് പറഞ്ഞ് ആണായാലും പെണ്ണായാലും കേരളത്തിൽ പോലും വെട്ടിക്കൊല്ലും. കെവിനെ കോട്ടയത്ത് കൊന്നതും ഒരു കൊച്ചിനെ അരീക്കോട്ട് കൊന്നതും നമുക്കറിയാം. അപ്പോൾ ഈ രാജ്യത്തെ അടിസ്ഥാന ജനതയോട്, തദ്ദേശീയരായ ഇന്ത്യൻ വംശജരോട് രക്തമിശ്രണത്തിലൂടെ ഇന്ത്യൻ ജനതയുടെ ഭാഗമാകാൻ ഇന്നും ആഗ്രഹിക്കാത്ത തങ്ങളുടെ വരേണ്യ വൈദേശിക സ്വത്വത്തെ ഇപ്പോഴും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു വിദേശ വംശ വിഭാഗമാണ് ഈ സംഘപരിവാർ കൊണ്ടു നടക്കുന്നത്. ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണമെങ്കിൽ ഈ രാജ്യത്തെ ബ്രാഹ്മണനായ ചിത്പവൻ ബ്രാഹ്മണരുടെ സംഘടനയായ RSS എന്ന പ്രസ്ഥാനത്തിന് ആയുധമെടുത്ത് രഥയാത്ര നടത്തേണ്ടതും ഇഷ്ടിക ചുമന്ന് പള്ളി പൊളിക്കാൻ പോകേണ്ടതും RSSൻ്റെ കേരളത്തിലടക്കമുള്ള ആയിരക്കണക്കിന് ശാഖകളിൽ കുറുവടി കറക്കേണ്ടതും, അതിനൊക്കെ ഈ രാജ്യത്ത് ദളിതർ വേണം, പട്ടികജാതിക്കാർ വേണം, ആദിവാസികൾ വേണം, പിന്നോക്കക്കാർ വേണം, ആശാരി മൂശാരിയും തട്ടാനും ഈഴവനും വേണം. എന്നാൽ ഈ പിന്നോക്കക്കാരന് ചരിത്രത്തിൽ ആദ്യമായി അർഹതപ്പെട്ട അധികാരം 27% കൊടുക്കണമെന്നൊരു കമ്മീഷൻ പറഞ്ഞപ്പോൾ ആ കമ്മീഷനെ അട്ടിമറിക്കാൻ ഉത്തരേന്ത്യയിൽ വർഗീയ കലാപം നടത്തി. അതിന് ഉദ്യോഗം തരില്ല എന്ന് പറഞ്ഞ് ഈഴവൻ്റെ എതിരെ കുറുവടിയെടുത്താൽ ഈ RSSൻ്റെ ഗൂഢാലോചന തകരും. 4-3 പേരേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ അവൻ്റെതാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, അവരെഴുതി വെച്ചേക്കുന്ന അറിയല്ലോ. എന്താണ്? സംസ്കൃതത്തിൽ എഴുതി വെച്ച. പണ്ടൊക്കെയാണ് എനിക്കോ നാരായണ ഗുരുവിൻ്റെ ജാതിയിൽപ്പെട്ട ഈഴവർക്കോ അല്ല അയ്യങ്കാരുടെ മക്കൾക്കോ ഒന്നും സംസ്കൃതം പഠിക്കാൻ പറ്റത്തില്ല. സംസ്കൃതം ഈ ദേവഭാഷയാണ്. ഖുർആൻ എഴുതിയിരിക്കുന്ന അറബിയിലാണ്. അല്പം അറബി പഠിച്ചാൽ എനിക്കും വേണമെങ്കിൽ ചൊല്ലാം, പ്രശ്നമൊന്നുമില്ല. എൻ്റെ നാക്കൊന്നും ആരും പിഴുത് കളയത്തില്ല. കളയോ? ആരും പിഴുത് കളയില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം എന്ന് അംബുജാക്ഷൻ പറഞ്ഞാൽ ആരും എന്നെ
എൻ്റെ ചെവിയിൽ ഈ ഒരുക്കി ഒഴിക്കില്ല, എൻ്റെ നാക്കും പിഴുതുകളയില്ല. ഇതൊക്കെ ആർക്കും പഠിക്കാം, അതാണ് പ്രശ്നം. നേരെ മറിച്ച് സംസ്കൃതം പഠിച്ചാലോ, ഇവിടുത്തെ പഴയ ഭരണഘടന മനുസ്മൃതി എഴുതി വെച്ചിട്ടുണ്ട്, വേദം ഉച്ചരിക്കുന്ന ശൂദ്രൻ്റെ നാവ് പിഴുത് കളയണമെന്നാണ് പറയുന്നത്. എത്ര വലിയ ക്രൂരതയാണ്! ABCD പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആരുടെയും നാവ് പിടിച്ച് വലിച്ചു കീഴുമോ? നമ്മൾ അവനെ പറഞ്ഞ് പഠിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്. അതല്ലേ വിദ്യാഭ്യാസം, അതല്ലേ സംസ്കാരം. ഇവരുടെ സംസ്കാരം അവരെഴുതി വെച്ചിട്ടുണ്ട്. ആ സംസ്കാരത്തെക്കുറിച്ചാണ് വിചാരധാരയിൽ പറയുന്നത്. ലോകത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഏറ്റവും ഉദാത്ത ഭാവന മനുസ്മൃതി എന്ന് പറയുന്ന ഇന്ത്യയിലെ നിയമഗ്രന്ഥത്തിലാണ്. ഈ അംബേദ്കർ എഴുതിയ ഭരണഘടനയൊന്നും കൊള്ളില്ല. ഞങ്ങളുടെ നിയമം മനുസ്മൃതിയാണ് ഇന്ത്യക്ക് വേണ്ടത്, ലോകത്തിന് വേണ്ടത്. വിചാരധാരയ്ക്കകത്ത് ഗോൾവാൾക്കർ പറഞ്ഞതാണ്, വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ കാതിൽ ഈയമുരുക്കി ഒഴിക്കണം. എന്തിനാണ്? ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചാൽ പോരെ? പച്ചവെള്ളം ഒഴിച്ചാൽ പോരാ, പച്ചവെള്ളം തിളപ്പിക്കാൻ 100 ഡിഗ്രി മതി. ഈയമാണെങ്കിൽ 200 ഡിഗ്രിക്ക് മുകളിൽ ചൂടുണ്ടെങ്കിലേ ഈയം ഉരുകത്തുള്ളൂ. എന്നിട്ട് മനുസ്മൃതി 10-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഈയത്തോടു കൂടി ഉരുക്കും ചേർക്കണം. അരക്കും ഈയവും കൂടി ചേർത്തിട്ട് ഈ വേദം ABCD എങ്ങാനും നഴ്സറി സ്കൂളിൻ്റെ മുമ്പിലൂടെ ഈഴവനോ അല്ലെങ്കിൽ നായർ പോലും പോയാൽ അവൻ്റെ കാതിൽ ഉരുക്കി ഒഴിച്ചു കൊടുക്കണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഇതായിരുന്നു. പഠിക്കാൻ പറ്റുകയില്ല, അറിവ് പറ്റുകയില്ല. ആ അറിവ് നിഷേധിച്ചു ഈ വലിയ അത്തരത്തിലുള്ള ചാതുർവർണ്ണ്യം. അങ്ങനെ നിഷേധിക്കപ്പെട്ട ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്, ഈഴവരാതി പിന്നോക്കക്കാരന് കുമാരനാശാൻ പാടിയിട്ടില്ലേ ഇവിടെ? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കാണാൻ പോലും പറ്റില്ല. തമിഴ്നാട്ടിലേക്ക് പോകൂ. ഈ അടുത്ത കാലത്ത് ഒരു വലിയ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. ഒരുപാട് ദളിതർ ചത്തു. എന്താ കാര്യം? ദളിതരെ ഞങ്ങൾക്ക് കാണണ്ട, കണ്ടാൽ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരെന്ന് അന്ന് കുമാരനാശാൻ എഴുതി ഇസ്ലാമിൻ്റെ വിശുദ്ധ പ്രഖ്യാപനം നടത്താൻ പ്രവാചകൻ തീരുമാനിക്കുന്ന ഒരു സന്ദർഭം. അതിന് അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോഴും തിരഞ്ഞെടുത്തത് അവരെ ആരുമല്ല. പ്രവാചകൻ തിരഞ്ഞെടുത്തത് ദലിതനായ എൻ്റെയൊക്കെ വംശത്തിൽപ്പെട്ട ബിലാലിനെയാണ്, എൻ്റെ മൂത്താപ്പയാണ്. ബിലാലിനെയാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആ ബിലാൽ പ്രവാചക തിരുമേനി തോള് കൊടുത്തിട്ട് അതിൽ ചവിട്ടി വിശുദ്ധ കവാലയത്തിൻ്റെ മുകളിൽ കയറി ലോകത്തോട് വലിയൊരു ആദർശത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത് കറുത്തവനാണ്, ദളിതനാണ്, അവർണനാണ്. അവർണന്മാരെ ചരിത്രത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എതിരേറ്റു കൊണ്ടുവരുന്ന മാനവീയതയുടെ സംസ്കാരം അത് ചാതുർവർണ്ണ്യമല്ല. ചാതുർവർണ്ണ്യം പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ തുടരുത്, പിടിക്കരുതെന്നൊക്കെയാണ്. ഇതങ്ങനെയല്ല. അത് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിലെ. എന്നെ ആകർഷിച്ചൊരു വാക്യമുണ്ട്, മുസ്ലിങ്ങളോട് എന്താണ് ഈ ദളിതർ ഇത്ര ചേർന്ന് നിൽക്കുന്നത് എന്നും ഈ മുസ്ലിങ്ങളോട് ഇത്രത്തോളം വെറുപ്പ് ഇന്ത്യയിലെ RSSകാർക്ക് എന്താണെന്നും ഉള്ളതിൻ്റെ ഉത്തരം ഈ വാക്യത്തിനകത്തുമുണ്ട്. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരെ അനുഗ്രഹിക്കാനും അവരെ മണ്ണിൻ്റെ അനന്തരാവകാശികളാക്കാനും ഉദ്ദേശിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവരെയാണ് കൂടുതൽ അനുഗ്രഹിക്കുക. അവർക്കാണ് ഈ ലോകത്തിൻ്റെ അനന്തരാവകാശികളാകാനുള്ള യോഗ്യത എന്ന് വിശുദ്ധവാക്യം പറയുന്നുവെങ്കിൽ, ആസാദിനെ പോലുള്ള ആൾക്കാർ ചരിത്രത്തിൽ അങ്ങനെ വരുന്നുവെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു പക്ഷേ ആദ്യം അവർ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒന്നാമത്തെ ശത്രുവിനെ വേണമല്ലോ. ആദ്യം ഒരു വലിയ തടസ്സം മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതാണ് മാറ്റുക. അതങ്ങ് മാറ്റിയാൽ പിന്നെ ചെറിയ തടസ്സങ്ങൾ താനേ പൊക്കൊള്ളും എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഏറ്റവും വലിയ തടസ്സമാണ്. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇങ്ങനെ ഏറ്റവും വലിയ തടസ്സമായി പോയതിൻ്റെ കാരണം വേറൊന്നുമല്ല. മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഇവിടെ ഇന്ത്യയിലേക്ക് വിദേശ ശത്രുക്കൾ എന്ന് പറയാവുന്ന അല്ലെ വിദേശികൾ വന്നപ്പോൾ അവരെയൊക്കെ നേരിടാൻ ഇന്ത്യക്കാർക്ക് കഴിഞ്ഞില്ല. എന്താ കാര്യം? എല്ലാവർക്കും ഇവിടെ ആരോഗ്യമുള്ള ദളിതരുണ്ട്, പിന്നോക്കക്കാരുണ്ട്. പക്ഷേ ക്ഷത്രിയന് മാത്രമേ ആയുധം എടുക്കാൻ പറ്റുള്ളൂ, അവരാകട്ടെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഭൂരിപക്ഷം വരുന്ന കരുത്തുള്ള അധ്വാനിക്കുന്നവന് ആയുധം എടുക്കാൻ പറ്റില്ലെന്ന് ചാതുർവർണ്ണ്യം പറഞ്ഞു, ജാതിവ്യവസ്ഥ പറഞ്ഞു. അതുകൊണ്ട് ജാതിവ്യവസ്ഥ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം പോയി. 800 വർഷക്കാലം മുഗളന്മാർ ഭരിച്ച രാജ്യമല്ലേ ഇത്? അന്നെങ്ങാനും മുഗളന്മാർ അക്ബർ ചക്രവർത്തിയോ ഔറംഗസീബോ വല്ലോ അവർ NRC കൊണ്ടുവന്ന് എല്ലാവരും മുസ്ലിങ്ങളാകണമെന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഈ മോഡിയും വല്ലതും വന്ന് ഇപ്പോൾ ഒരു NRC കൊണ്ടുവരത്തില്ല, ഒരു CAA കൊണ്ടുവരത്തില്ല. ഇസ്ലാം അങ്ങനെയുള്ളൊരു മതമല്ല. 800 വർഷം ഭരിച്ചിട്ടും ഇന്നും മുസ്ലിങ്ങൾ ഇന്ത്യ ന്യൂനപക്ഷമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മോഡിയെ പോലെ ആയിരുന്നെങ്കിലോ അമിത്ഷായെ പോലെ ആയിരുന്നെങ്കിലോ? അതല്ല. മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തോട് നീതി പുലർത്തി.
അവരുടെ മതം അടിച്ചേൽപ്പിച്ചില്ല. അവൻ്റെ വിശ്വാസം അവരോട് പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ്. നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം. ദീനിലേക്ക് നിർബന്ധമില്ല. അതുകൊണ്ട് നിർബന്ധമില്ലാതെ സ്വീകരിച്ച ആരാ? അത് സ്വീകരിച്ചത് ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവരാ. എൻ്റെ അപ്പൂപ്പൻ, അദ്ദേഹത്തിൻ്റെ പേര് ചേരമാൻ പെരുമാൾ തമ്പുരാൻ എന്നാണ്. രാജാവാണ്, കേരളത്തിന് ചക്രവർത്തിയാണ്. ചക്രവർത്തിയായാലും സവർണൻ്റെ മുമ്പിൽ അടിമയാണ്. അതുകൊണ്ട് ഇസ്ലാം വന്നു, അടിച്ചമർത്തപ്പെട്ടവൻ്റെ മോചനത്തെക്കുറിച്ച് സംസാരിച്ചു. അതിൽ പുളകിതരായ അടിമ സന്തതികൾ ഇസ്ലാമിൻ്റെ മാർഗം സ്വീകരിച്ച് അവൻ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് മാറി. അവിടെ ജാതിയില്ല. ഇന്ന് അംബുജാഷ്ന എൻ്റെ പേരെഴുതിയിട്ട് വലത് ഭാഗത്ത് എൻ്റെ ജാതി എഴുതും. പൊലയൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരു വെള്ള തൊപ്പിതാ, അത് ഞാൻ തലയിലോട്ട് വെക്കാം. എന്നിട്ട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന കലിമ ചൊല്ലാം. പിന്നെ അംബുജാഷിനെ പുലയ എന്ന് വിളിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഈ രാജ്യത്ത്? ഇത് നീതിയുടെ, സമത്വത്തിൻ്റെ ഒരു മതമാണ്. ഞാൻ ഇപ്പോൾ മാറുന്നോ എന്നതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞത് മുസ്ലിമായി മാറിയാൽ അവനെ പിന്നെ ജാതി പറഞ്ഞ് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ആയിരക്കണക്കിന് അടിമകളെ ഇസ്ലാം മോചിപ്പിച്ചു. അവനെ മതപണ്ഡിതനാക്കി മാറ്റി, അവരെ സ്വതന്ത്രരാക്കി മാറ്റി, അവന് സ്വത്ത് കൊടുത്തു. അത് ലോക സമൂഹമായി മാറി. പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ അടിമകളാക്കി പണിയെടുപ്പിച്ച് അടിച്ചമർത്തി കൊള്ളാങ്കൊല ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കാരെ നിങ്ങൾ എന്തിനു മോചിപ്പിച്ചു? മോചിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, എതിരാളികളുമായി ഇപ്പം നേരെ നിൽക്കാൻ ആരേ ഉള്ളൂ. മോചിപ്പിച്ചിട്ട് വെറുതെ അങ്ങ് പോയതല്ല. മോചനം കിട്ടിയ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗം ഒരു പുതിയ ലോകം, പുതിയ ഒരു ആദർശം, അവൻ്റെ വിശ്വാസം അവനോട് പറഞ്ഞു കൊടുക്കുന്ന അതാണ്. ഈ ലോകത്ത് എൻ്റെ മേൽ യജമാനനായിട്ടിരിക്കാൻ ദൈവത്തിനല്ലാതെ പരമാധികാരം ഒരു മോഡിക്കുമില്ല, ഒരു അമിത്ഷായ്ക്കുമില്ല, ഒരു ബ്രാഹ്മണനുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം. അവൻ്റെ പോരാട്ടം ജാതിക്കെതിരെ വന്നു. പോരാട്ടം ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരനെതിരെ പോരാടാൻ ഈ ജനതയ്ക്ക് കഴിഞ്ഞത്. ഈ കേരളത്തിലും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജിയും അതേപോലെ അങ്ങനെയുള്ള വിപ്ലവകാരികൾ ഈ കേരളത്തിൽ കുഞ്ഞാലിമരക്കാരടക്കമുള്ളവർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത്, പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ സാമൂഹ്യനീതി ഉണ്ടാക്കിയ ഒരു മതത്തിൻ്റെ, ഈ പരിവർത്തനമുണ്ടാക്കിയ ഒരു മതത്തിൻ്റെ ജനത, ആ സമൂഹം ഇവിടെ വേണ്ട. ഇന്ത്യക്കകത്ത് ഇതൊരു ഭീഷണിയാണ്. പക്ഷേ ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലായപ്പോൾ ഇന്ത്യയെമ്പാടും ഇന്ന് എഴുന്നേറ്റ് നിന്ന് സംഘടിതരായി വന്നു നിൽക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ നിർവഹിക്കുന്നത് ഏറ്റവും വലിയ രാജ്യസ്നേഹമാണ്. ഈ രാജ്യത്തോട് കൂറുള്ള, ഇവിടെ ജനിച്ചു വളർന്ന, അതുകൊണ്ടാണ് മതപണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത്, ഇവിടെ ജനിച്ചു എങ്കിൽ ഞങ്ങൾ ഇവിടെ മരിക്കും. ആസാദിനെ പോലുള്ള ആൾക്കാർ അന്ന് പറഞ്ഞു. പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ പോലും അങ്ങോട്ട് പോയില്ല, ഇന്ത്യക്കകത്ത് നിന്നു. ഈ രാജ്യത്തിനോടൊപ്പം ഈ നാടിൻ്റെ ഭാഷയ്ക്ക്, ഈ നാടിൻ്റെ സംസ്കാരത്തിന്, ഈ നാടിൻ്റെ സാഹിത്യത്തിന്, ഈ നാടിൻ്റെ വസ്ത്രധാരണത്തിന്, ഈ നാടിൻ്റെ ആഹാരത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ രുചിഭേദങ്ങൾക്ക് എല്ലാം സംഭാവന ചെയ്ത ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ആ സമുദായത്തെ വെട്ടിമുറിക്കാൻ ആരും നോക്കി നിൽക്കുക, ഞങ്ങളെപ്പോലുള്ള ആരും നോക്കി നിൽക്കുകയില്ല. ഈ സമുദായത്തോടൊപ്പം ഉണ്ടാകും. ഇന്ന് ഞാൻ, നാളെ നീ. ഇന്ന് മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നാളെ മറ്റുള്ളവർക്കെതിരെ വരും. ക്രിസ്ത്യാനിക്കെതിരെയും ദളിതർക്കെതിരെയും ആദിവാസികൾക്കെതിരെയും എല്ലാവർക്കും എതിരെ വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുറച്ച് കൂടുതൽ വൈരാഗ്യം മുസ്ലിങ്ങളോട് ഉണ്ട്. അത് ഇവിടുത്തെ സവർണനുമുണ്ട്, അവിടെ വെള്ളക്കാരനുമുണ്ട്, അവിടെ ഇസ്രായേലി ജൂതന്മാർക്കുണ്ട്. അത്തരം തെമ്മാടിത്തരങ്ങളെ ഒന്നും അംഗീകരിച്ചു കൊടുക്കാത്തൊരു ആദർശമാണല്ലോ ഇത്. അതുകൊണ്ട് മുതലാളിത്തത്തിന് ഭയമാണ്, ക്യാപിറ്റലിസത്തിന് പേടിയാണ്, സാമ്രാജ്യത്തിന് ഭയമാണ്. ആ സാമ്രാജ്യത്തിനെതിരെയുള്ള അന്തർദേശീയ പോരാട്ടത്തിന്, ജനാധിപത്യ പോരാട്ടങ്ങളുടെ മുമ്പിൽ ഇസ്ലാമുണ്ട്. ഇസ്ലാമിൻ്റെ വിശുദ്ധ പ്രഖ്യാപനം നടത്താൻ പ്രവാചകൻ തീരുമാനിക്കുന്ന ഒരു സന്ദർഭം, അതിന് അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോഴും തിരഞ്ഞെടുത്തത് അവരെ ആരുമല്ല. പ്രവാചകൻ തിരഞ്ഞെടുത്തത് ദലിതനായ എൻ്റെയൊക്കെ വംശത്തിൽപ്പെട്ട ബിലാലിനെയാണ്, എൻ്റെ മൂത്താപ്പയാണ്. ബിലാലിനെയാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആ ബിലാൽ പ്രവാചക തിരുമേനി തോള് കൊടുത്തിട്ട് അതിൽ ചവിട്ടി വിശുദ്ധ കവാലയത്തിൻ്റെ മുകളിൽ കയറി ലോകത്തോട് വലിയൊരു ആദർശത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത് കറുത്തവനാണ്, ദളിതനാണ്, അവർണനാണ്. അവർണന്മാരെ ചരിത്രത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എതിരേറ്റുകൊണ്ടുവരുന്ന മാനവീയതയുടെ സംസ്കാരം അത് ചാതുർണ്യമല്ല. ചാതുർണ്യം പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ തുടരുത്, പിടിക്കരുതെന്നൊക്കെയാണ്. ഇതങ്ങനെയല്ല. അത് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. എന്നെ ആകർഷിച്ചൊരു വാക്യമുണ്ട്, മുസ്ലിങ്ങളോട് എന്താണ് ഈ ദളിതർ ഇത്ര ചേർന്ന് നിൽക്കുന്നത് എന്നും, ഈ മുസ്ലിങ്ങളോട് ഇത്രത്തോളം വെറുപ്പ് ഇന്ത്യയിലെ RSSകാർക്ക് എന്താണെന്നും ഉള്ളതിൻ്റെ ഉത്തരം ഈ വാക്യത്തിനകത്തുമുണ്ട്. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരെ
അനുഗ്രഹിക്കാനും അവരെ മണ്ണിൻ്റെ അനന്തരാവകാശികളാക്കാനും ഉദ്ദേശിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവരെയാണ് കൂടുതൽ അനുഗ്രഹിക്കുക. അവർക്കാണ് ഈ ലോകത്തിൻ്റെ അനന്തരാവകാശികളാകാനുള്ള യോഗ്യത എന്ന് വിശുദ്ധവാക്യം പറയുന്നുവെങ്കിൽ, ആസാദിനെ പോലുള്ള ആൾക്കാർ ചരിത്രത്തിൽ അങ്ങനെ വരുന്നുവെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ത്യ ഇന്ന് ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദി JNUവിലെ വിദ്യാർത്ഥികളെയും അലിഗഡിലെ വിദ്യാർത്ഥികളെയും ജാമിയയിലെ വിദ്യാർത്ഥികളെയും ഒക്കെ ഉപദേശിക്കാനും മാത്രം വല്ല ബോധവും വിവരവും വല്ലവും ഈ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ വല്ലതും ഉണ്ടോ? കുറുവടി കറക്കിയ പാഠങ്ങളൊന്നും പറഞ്ഞു കൊടുത്താൽ RSSൻ്റെ കവാത്ത് നടത്തി, അല്ലെ അവിടെ പോയി ഡ്രില്ല് നടത്തി, അതിൻ്റെ അഭ്യാസങ്ങൾ, ചിലരെയൊക്കെ കൊന്നു, ഗർഭിണി സ്ത്രീകളെ പോലും അധികാരത്തിലിരുന്നുകൊണ്ട് ഗുജറാത്തിൽ കുത്തിക്കൊന്നതിൻ്റെ, കൊലപാതകത്തിൻ്റെ, അക്രമത്തിൻ്റെ പാഠങ്ങളൊന്നും ഇന്ത്യയുടെ വിദ്യാർത്ഥി സമൂഹം നിങ്ങളിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ചോദിച്ചു, ഞങ്ങൾക്ക് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഞങ്ങളുടെ ക്രെഡൻഷ്യൽസ് ഉണ്ട്, സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്താനുണ്ട്, PhD സർട്ടിഫിക്കറ്റ് തരാം. മോഡിയോട് അവർ പറഞ്ഞതാണ്. MPhil വേണോ, MA വേണോ, PhD വേണോ? ഞങ്ങളെക്കാൾ ബോധമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ കയ്യിലേക്ക് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചു തരൂ എന്നാണ് നരേന്ദ്രമോദിയോട് ചോദിക്കുന്നത്. നരേന്ദ്രമോദി ഏത് സർട്ടിഫിക്കറ്റ് കാണിക്കും? എവിടെയാണ് മോഡിയുടെ സർട്ടിഫിക്കറ്റ്? ആ സബ്ജക്റ്റിൻ്റെയൊക്കെ പേര് കേട്ടാൽ നമ്മൾ തോന്നും, എന്താണ് മാസ്റ്റർ ഓഫ് ഓൾ ഡിഗ്രീസ് എന്നൊക്കെയാണ് പറയുന്നത്. അത്രത്തോളം വലിയ മണ്ടത്തരം. സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുട്ടികൾ പോലും അങ്ങനെ ഒരു മാസ്റ്റർ ബിരുദം ഉണ്ടെന്ന് പറയത്തില്ല. പക്ഷെ മോഡിയുടെ ബിരുദം മാസ്റ്റർ ഓഫ് ഓൾ സയൻസ് എന്നാണ്. ഫിസിക്സിലും കെമിസ്ട്രിയിലും എല്ലാത്തിലും, സോഷ്യോളജിയിലും പൊളിറ്റിക്കൽ സയൻസിലും എല്ലാം ഒരേ സമയം ഒറ്റ ബിരുദം മേടിച്ച ആളാണ് പോലും. എവിടെ നിന്നാണ് ചോദിക്കരുത്. ആരോ കേസ് കൊടുത്തു, അവസാനം ഇത് ഹാജരാക്കണമെന്ന് പറഞ്ഞു. ഇവരാണ് പറയുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ബോധമില്ല എന്ന്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്നൊക്കെ, ഈ വിജ്ഞാനം എന്താണ്, വിദ്യാഭ്യാസം എന്താണ്, അറിവെന്താണ്, അതിൻ്റെ മൂല്യം എന്താണെന്നൊക്കെ അറിയാവുന്ന ആൾക്കാർ ഇന്ത്യക്കകത്ത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുമുണ്ട്. ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണമെങ്കിൽ ഈ രാജ്യത്തെ ബ്രാഹ്മണനായ ചിത്പവൻ ബ്രാഹ്മണരുടെ സംഘടനയായ RSS എന്ന പ്രസ്ഥാനത്തിന് ആയുധമെടുത്ത് രഥയാത്ര നടത്തേണ്ടതും ഇഷ്ടിക ചുമന്ന് പള്ളി പൊളിക്കാൻ പോകേണ്ടതും RSSൻ്റെ കേരളത്തിലടക്കമുള്ള ആയിരക്കണക്കിന് ശാഖകളിൽ കുറുവടി കറക്കേണ്ടതും, അതിനൊക്കെ ഈ രാജ്യത്ത് ദളിതർ വേണം, പട്ടികജാതിക്കാർ വേണം, ആദിവാസികൾ വേണം, പിന്നോക്കക്കാർ വേണം, ആശാരിയും മൂശാരിയും തട്ടാനും ഈഴവനും വേണം. എന്നാൽ ഈ പിന്നോക്കക്കാരന് ചരിത്രത്തിൽ ആദ്യമായി അർഹതപ്പെട്ട അധികാരം 27% കൊടുക്കണമെന്നൊരു കമ്മീഷൻ പറഞ്ഞപ്പോൾ ആ കമ്മീഷനെ അട്ടിമറിക്കാൻ ഉത്തരേന്ത്യയിൽ വർഗീയ കലാപം നടത്തി. അതിന് ഉദ്യോഗം തരില്ല എന്ന് പറഞ്ഞ് ഈഴവൻ്റെ എതിരെ കുറുവടിയെടുത്താൽ ഈ RSSൻ്റെ ഗൂഢാലോചന തകരും. 4-3 പേരേ ഉള്ളൂ. പണ്ട് അവർ തന്നെ പറയുന്നതനുസരിച്ച് ഹിന്ദുത്വ എന്ന് പറഞ്ഞ വീര സവർക്കറുടെ പുസ്തകമുണ്ടല്ലോ, 1923 പ്രസിദ്ധീകരിച്ചു. 1910 എഴുതി തുടങ്ങി. ആ പുസ്തകത്തിൻ്റെ 10, 11, 12 പേജുകൾക്കകത്ത് വീര സവർക്കർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദുത്വ പുസ്തകം. എന്താ? ഞങ്ങൾ വിശുദ്ധ രക്തമുള്ളവരാണ്, ശുദ്ധരക്തമുള്ള ആര്യന്മാർ. ഇന്ത്യക്കാരായിട്ടുള്ള ഈ കർമ്മന്മാരും ദ്രാവിഡരും ഒന്നുമല്ല, ഞങ്ങൾ ശുദ്ധരക്തമുള്ള ആര്യന്മാരാണ്. ഞങ്ങൾ വിദേശത്തുനിന്ന് ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന്, യൂറോഷ്യയിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾ വന്നിട്ട് വിവരമില്ലാത്ത ഇന്ത്യക്കാരായ ദസ്യുക്കളെയും ദാസന്മാരെയും അസുരന്മാരെയും ഒക്കെ ഞങ്ങൾ പരിഷ്കരിച്ചു. പിന്നീട് അവരുടെ മേൽ ഞങ്ങൾ അധികാരം സ്ഥാപിച്ചു. അവർ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വരേണ്യവർഗം എന്ന് പറയുന്ന ആര്യന്മാർ വന്ന കോലത്തിൽ നിൽക്കുക. ഇപ്പോഴും ഇവിടെയുള്ള മനുഷ്യരെ തൊടുകയില്ല, കല്യാണം കഴിക്കുകയില്ല. അഥവാ അബദ്ധത്തിൽ അവരിൽപ്പെട്ട ആരെങ്കിലും താഴോട്ട് മാറി പ്രണയിച്ചാൽ ദുരഭിമാന കൊലയെന്ന് പറഞ്ഞ് ആണായാലും പെണ്ണായാലും കേരളത്തിൽ പോലും വെട്ടിക്കൊല്ലും. കെവിനെ കോട്ടയത്ത് കൊന്നതും ഒരു കൊച്ചിനെ അരീക്കോട്ട് കൊന്നതും നമുക്കറിയാം. അപ്പോൾ ഈ രാജ്യത്തെ അടിസ്ഥാന ജനതയോട്, തദ്ദേശീയരായ ഇന്ത്യൻ വംശജരോട് രക്തമിശ്രണത്തിലൂടെ ഇന്ത്യൻ ജനതയുടെ ഭാഗമാകാൻ ഇന്നും ആഗ്രഹിക്കാത്ത തങ്ങളുടെ വരേണ്യ വൈദേശിക സ്വത്വത്തെ ഇപ്പോഴും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു വിദേശ വംശ വിഭാഗമാണ് ഈ സംഘപരിവാർ കൊണ്ടു നടക്കുന്നത്. അവർ വളരെ കുറച്ചേ ഉള്ളൂ. ജനസംഖ്യയിൽ 2-3% മാത്രമുള്ള ഈ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. അവരാണ് പറയുന്നത് ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണെന്ന്. ഈ 2% വിദേശികൾ ഈ ഇന്ത്യ അവരുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരുടേതാണ്. ഇന്ത്യക്കാരുടെ ഭാഗമാകാൻ ഇപ്പോഴും അവർക്ക് അയിത്തമാണ്. ഇന്ത്യക്കാരനെ തൊടാൻ പറ്റില്ല, ഇന്ത്യക്കാരനെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇന്ത്യക്കാരനോട് അയിത്തമാണ്. എന്നിട്ട് ഈ വിദേശിയായിട്ടുള്ള ആര്യൻ, മുഗളന്മാരൊന്നും അല്ല വിദേശികൾ, മുഗളന്മാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ വരുന്നതിന് മുമ്പേ കന്നുകാലികളെ മേച്ചുകൊണ്ട് ഈ രാജ്യത്ത് വന്നവരായതുകൊണ്ട് അവർ പറയുന്നു. അപ്പോൾ അവർ ഈ
സംവരണം തരില്ല, ഭരണഘടന നടപ്പിലാക്കില്ല എന്ന് പിന്നോക്കക്കാരനോട് പറഞ്ഞാൽ ഈ ബ്രാഹ്മണരാരും കുറുവടി എടുക്കുകയില്ല, അവരധ്വാനിക്കുകയില്ല. ഈ ലോകം മുഴുവൻ അവൻ്റെതാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, അവരെഴുതി വെച്ചേക്കുന്ന അറിയല്ലോ. എന്താണ് സംസ്കൃതത്തിൽ എഴുതി വെച്ച? പണ്ടൊക്കെയാണ് എനിക്കോ നാരായണ ഗുരുവിൻ്റെ ജാതിയിൽപ്പെട്ട ഈഴവർക്കോ അല്ല അയ്യങ്കാരുടെ മക്കൾക്കോ ഒന്നും സംസ്കൃതം പഠിക്കാൻ പറ്റത്തില്ല. സംസ്കൃതം ഈ ദേവഭാഷയാണ്. ഖുർആൻ എഴുതിയിരിക്കുന്ന അറബിയിലാണ്. അല്പം അറബി പഠിച്ചാൽ എനിക്കും വേണമെങ്കിൽ ചൊല്ലാം, പ്രശ്നമൊന്നുമില്ല. എൻ്റെ നാക്കൊന്നും ആരും പിഴുത് കളയത്തില്ല. കളയോ? ആരും പിഴുത് കളയില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ റഹീം എന്ന് അംബുജാക്ഷൻ പറഞ്ഞാൽ ആരും എൻ്റെ ചെവിയിൽ ഈ ഒരുക്കി ഒഴിക്കില്ല, എൻ്റെ നാക്കും പിഴുതുകളയില്ല. ഇതൊക്കെ ആർക്കും പഠിക്കാം, അതാണ് പ്രശ്നം. നേരെ മറിച്ച് സംസ്കൃതം പഠിച്ചാലോ, ഇവിടുത്തെ പഴയ ഭരണഘടന മനുസ്മൃതി എഴുതി വെച്ചിട്ടുണ്ട്, വേദം ഉച്ചരിക്കുന്ന ശൂദ്രൻ്റെ നാവ് പിഴുതു കളയണമെന്നാണ് പറയുന്നത്. എത്ര വലിയ ക്രൂരതയാണ്! ABCD പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആരുടെയും നാവ് പിടിച്ച് വലിച്ചു കീഴുമോ? നമ്മൾ അവനെ പറഞ്ഞ് പഠിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്. അതല്ലേ വിദ്യാഭ്യാസം, അതല്ലേ സംസ്കാരം. ഇവരുടെ സംസ്കാരം അവരെഴുതി വെച്ചിട്ടുണ്ട്. ആ സംസ്കാരത്തെക്കുറിച്ചാണ് വിചാരധാരയിൽ പറയുന്നത്. ലോകത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഏറ്റവും ഉദാത്ത ഭാവന മനുസ്മൃതി എന്ന് പറയുന്ന ഇന്ത്യയിലെ നിയമഗ്രന്ഥത്തിലാണ്. ഈ അംബേദ്കർ എഴുതിയ ഭരണഘടനയൊന്നും കൊള്ളില്ല. ഞങ്ങളുടെ നിയമം മനുസ്മൃതിയാണ് ഇന്ത്യക്ക് വേണ്ടത്, ലോകത്തിന് വേണ്ടത്. വിചാരധാരയ്ക്കകത്ത് ഗോൾവാൾക്കർ പറഞ്ഞതാണ്, വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ കാതിൽ ഈയമുരുക്കി ഒഴിക്കണം. എന്തിനാണ്? ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചാൽ പോരെ? പച്ചവെള്ളം ഒഴിച്ചാൽ പോരാ, പച്ചവെള്ളം തിളപ്പിക്കാൻ 100 ഡിഗ്രി മതി. ഈയമാണെങ്കിൽ 200 ഡിഗ്രിക്ക് മുകളിൽ ചൂടുണ്ടെങ്കിലേ ഈയം ഉരുകത്തുള്ളൂ. എന്നിട്ട് മനുസ്മൃതി 10-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഈയത്തോടു കൂടി ഉരുക്കും ചേർക്കണം. അരക്കും ഈയവും കൂടി ചേർത്തിട്ട് ഈ വേദം ABCD എങ്ങാനും നഴ്സറി സ്കൂളിൻ്റെ മുമ്പിലൂടെ ഈഴവനോ അല്ലെങ്കിൽ നായർ പോലും പോയാൽ അവൻ്റെ കാതിൽ ഉരുക്കി ഒഴിച്ചു കൊടുക്കണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഇതായിരുന്നു. പഠിക്കാൻ പറ്റുകയില്ല, അറിവ് പറ്റുകയില്ല. ആ അറിവ് നിഷേധിച്ചു ഈ വലിയ അത്തരത്തിലുള്ള ചാതുർവർണ്ണ്യം. അങ്ങനെ നിഷേധിക്കപ്പെട്ട ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്, ഈഴവരാതി പിന്നോക്കക്കാരന് കുമാരനാശാൻ പാടിയിട്ടില്ലേ ഇവിടെ? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കാണാൻ പോലും പറ്റില്ല. തമിഴ്നാട്ടിലേക്ക് പോകൂ. ഈ അടുത്ത കാലത്ത് ഒരു വലിയ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. ഒരുപാട് ദളിതർ ചത്തു. എന്താ കാര്യം? ദളിതരെ ഞങ്ങൾക്ക് കാണണ്ട, കണ്ടാൽ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരെന്ന് അന്ന് കുമാരനാശാൻ എഴുതി. പക്ഷെ ഇന്നും ഞങ്ങൾക്ക് ദളിതരെ കാണണ്ട എന്ന് പറഞ്ഞ് സവർണന്മാർ തമിഴ്നാട്ടിൽ വലിയ മതിലുകൾ കെട്ടിപ്പൊക്കുകയാണ് കോളനികൾക്ക് മീതെ. അത്ര ഒരു മതിൽ ഇടിഞ്ഞു വീണു. കോളനിയിലെ ദളിതൻ്റെ വീട് തകർന്നു, അവൻ മരിച്ചു. ഈ മേട്ടുപ്പാളയത്ത് ഈ ഇടക്കാലത്ത് ഞാൻ പറയുന്നത്, ആ ജനത്തിന് വിദ്യാഭ്യാസവും ഉദ്യോഗവും അധികാരമൊക്കെ വേണം, കിട്ടിയിട്ടൊന്നുമില്ല, കൊടുക്കണമെന്ന് ഭരണഘടന പറഞ്ഞതും ആ ഭരണഘടനയിലേക്ക് എത്തിയതും മഹാനായ ശ്രീനാരായണ ഗുരുവും വക്കമൗലവിയും അയ്യൻകാളിയും ദേശീയമായി ബാബാ സാഹേബ് BR അംബേദ്കർ ഒക്കെ നടത്തിയ വലിയ പോരാട്ടങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്,